റോഡിന്റെ ശോച്യാവസ്ഥക്കെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം. കൂട്ടുംവാതുക്കൽ കുന്നത്താലുമൂട് റോഡിന്റെ ശോച്യാവസ്ഥക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം പുതുപ്പള്ളി യൂണിറ്റാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കൂട്ടുംവാതുക്കൽ കുന്നത്താലുമൂട് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം പുതുപ്പള്ളി യൂണിറ്റ് വടക്കേ ആഞ്ഞിലിമൂടിന് പടിഞ്ഞാറ് ഭാഗത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കണ്ടല്ലൂർ, ദേവികുളങ്ങര പഞ്ചായത്തുകളിൽ നിന്നും ജനങ്ങൾക്ക് വേഗത്തിൽ വടക്കേ ആഞ്ഞിലിമൂട്, കായംകുളം, ഓച്ചിറ എന്നിവിടങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന പ്രധാന റോഡാണിത്. റോഡിന്റെ ശോച്യാവസ്ഥ മൂലം ഇവിടെ അപകടങ്ങളും പതിവാണ്. റോഡിന്റെ അറ്റകുറ്റപ്പണി അടിയന്തരമായി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സമരത്തിന് പുതുപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ധനേഷ് കൃഷ്ണ, ഷാജി കെ, അഭിലാഷ് തങ്കപ്പൻ, വിനീഷ് വിജയൻ, ബൈജു അശോകൻ, രാജു, അഭിലാഷ്, വാവച്ചൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കേ ആഞ്ഞിലിമൂട്ടിലോട്ടും അതുപോലെ തന്നെ കായംകുളം പട്ടണത്തിലോട്ടും ഓച്ചിറയിലോട്ടും ഒക്കെ ഈ റോഡിന്റെ അവസ്ഥ, റോഡിന്റെ ഹൃദയമായ വടക്കിലൂടെ പഴമൊക്കെ വെള്ളത്തിന്റെ അവസ്ഥയാണ്. നിരവധി തവണ അധികാരവർഗങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടും അവർ കണ്ടില്ല എന്നടിക്കുന്ന സാഹചര്യത്തിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ഇത്തരമൊരു പ്രതിഷേധ സമരത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കേണ്ട സാഹചര്യം വന്നത്. മഴക്കാലമാണ്, നമുക്കറിയാം. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും പിടിപിടി നടക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോ റോഡിന്റെ നിർമ്മാണമായിട്ട് ചെയ്യണമെന്നല്ല നമ്മൾ ആവുന്നത്. ഈ അവസ്ഥയ്ക്ക് അടിയന്തര യുദ്ധകാലാടിസ്ഥാനം കണ്ടുകൊണ്ട് യാത്രാ തടസ്സം മാറ്റുക എന്നുള്ളതാണ്. നിരവധി കാൽനട യാത്രക്കാർ, അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ, സൈക്കിളിലും സ്കൂൾ ബസ്സിലടക്കം പോകുന്നവരും ടൂ വീലർ യാത്രക്കാരൊക്കെ കുറച്ച് ദിവസങ്ങളായി ഈ വെള്ളക്കെട്ടിൽ ഇതിന്റെ അറിയാതെ വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത് അടിയന്തരമായ അധികാരവർഗം കണ്ണടിക്കുകയാണെങ്കിൽ ശക്തമായ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.